ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നല്ല മഴയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കാറ്. അലാറമൊന്നും വെക്കാറില്ല. ഉറക്കം തീർന്നു കഴിയുമ്പോൾ എഴുന്നേറ്റ് വരാറാണ് പതിവ്. നേരത്തെ എഴുന്നേറ്റാൽ ജോലികളെല്ലാം വേഗം തീരും. എന്നാലും ശനി ഞായറുമാണ് കുറച്ച് സമയം ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എണീക്കാറ്. രാവിലെ എഴുന്നേറ്റു. രാവിലെ ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പതിവില്ല കട്ടൻ ചായ, അങ്ങനെ ഞാൻ രാവിലെ വെറുതെ കുടിക്കാറില്ല. ഇടയ്ക്കൊക്കെ ഒരു ഇഷ്ടം തോന്നുമ്പോൾ മാത്രം ഏലക്കയോ ഇഞ്ചിയോ ഒക്കെ ഇട്ട് ചായ കുടിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ചായയൊക്കെ ഇട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ ചാരുകുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പണികളൊന്നും അങ്ങനെ ഉദ്ദേശിച്ച സമയത്ത് തീരില്ല. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പയ്യെ ചെയ്യാം. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഈ ആഴ്ചത്തേനുള്ള ജോലികളെല്ലാം നമുക്കൊന്ന് പ്രീ പ്ലാൻഡ് ചെയ്യണം. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ട്. നീണ്ട ഒരാഴ്ചത്തെ നമ്മുടെ ജോലി സമ്മർദ്ദമൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞായറാഴ്ച കുറച്ച് മീൽ പ്രപ്പൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറെ ചെയ്യാം കേട്ടോ. നല്ല മഴ ആയതുകൊണ്ടാവാം ചെറിയൊരു ജലദോഷമൊക്കെ പോലെ സൗണ്ടിനൊക്കെ ചെറിയൊരു അടപ്പുള്ളതുപോലെ ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കണ ഐറ്റം ഉണ്ടല്ലോ, നമുക്ക് സമയമൊന്നും കിട്ടാത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. നിങ്ങളും ഉണ്ടാക്കി കഴിക്കാറുണ്ടാവും. എന്നാലും ഞങ്ങളിതിന് ശർക്കര ദോശ എന്നാട്ടോ വിളിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മുടെ സാധാരണ ഗോതമ്പ് ദോശ ഉണ്ടല്ലോ, അതിലേക്ക് ശർക്കരയും തേങ്ങയും നെയ്യും ഒക്കെ ചേർത്ത് നമ്മുടെ ഒരു അട പോലെ തന്നെ നമുക്ക് ദോശക്കല്ലിൽ ചുട്ടെടുക്കാമെന്ന് മാത്രം. നല്ല ടേസ്റ്റിയാണ്. ആദ്യമൊക്കെ ഞാനിത് വൈകുന്നേരങ്ങളിൽ സ്നാക്കായിട്ടായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം രാവിലെ മടിയുള്ള ദിവസവും അങ്ങനെ പെട്ടെന്ന് എന്തുണ്ടാക്കുമെന്ന് തീരുമാനിക്കാത്ത ദിവസമൊക്കെ ഉണ്ടാക്കണ ഒരു പലഹാരം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. സാധാരണ ഗോതമ്പ് ദോശ പോലെ തന്നെ നമ്മൾ കുഴച്ചെടുക്കുക. തേങ്ങ ചിരകി അതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയും ഇട്ട് തിരുമ്മി അതിലേക്ക് ഒരല്പം നെയ്യും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക. ദോശ ഒരു സൈഡ് മൂത്ത ശേഷം മറിച്ചിടുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഇത് ഫില്ല് ചെയ്ത ശേഷം മടക്കിയെടുത്ത് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇടയ്ക്ക് മോനെ ഞാൻ സ്കൂളിൽ സ്നാക്കായിട്ട് കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.